ആലപ്പുഴയിൽ ഒരു ഡസൻ മ്യൂസിയങ്ങളെങ്കിലും 2020-21 ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും. ഇവയും കിഫ്ബി സഹായത്തോടെ നടത്തുന്ന കനാൽ നവീകരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ ചേരുമ്പോൾ ആലപ്പുഴയ്ക്ക് പൈതൃക നഗരം എന്ന നിലയിൽ ഒരു പുനർജന്മം ലഭിക്കും. പോള നീക്കം ചെയ്തതല്ലാതെ കനാലിൻ്റെയോ കരയുടെയോ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. കടൽപ്പാലം നവീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്താണ് അവസ്ഥയെന്ന് ദൃശ്യങ്ങൾ പറയും. AC റോഡിൽ പള്ളാത്തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച് പുന്നമട വഴി അങ്ങ് ദേശീയപാതയിൽ പോയി ചേരുന്ന ഒരു കിഴക്കൻ ബൈപ്പാസും വിഭാവനം ചെയ്തിരുന്നു. ആ റോഡ് എങ്ങനെ വരുമെന്ന് നാട്ടുകാർക്ക് പോലും ഇതുവരെ അറിയില്ല. KSRTC ബസ് സ്റ്റാൻഡും ബോട്ട് ജെട്ടിയും ഓട്ടോ ടാക്സി സ്റ്റാൻഡും ഒക്കെ ഉൾപ്പെട്ട മൊബിലിറ്റി ഹബ്ബും പ്രഖ്യാപനത്തിലൊതുങ്ങി. പൈതൃക പദ്ധതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും നടക്കാത്തതുകൊണ്ട് 6 വർഷത്തിനിപ്പുറവും തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ട്രോളോട് ട്രോളാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം സുവർണകാലം വീണ്ടെടുക്കാനാകില്ല. അതിന് പണം വകയിരുത്തണം, കൃത്യമായ പദ്ധതിയും വേണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.